തൃശ്ശൂരിൽ CPIയിൽ ഒരു വിഭാഗം BJPയിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ബ്രാഞ്ച് സെക്രട്ടറി അടക്കം 12 പേർ ഔദ്യോഗികമായി BJPയുടെ പൊതുപരിപാടിയിൽ ചേർന്ന് അംഗത്വം സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പാർട്ടിയിൽ തന്നെ പൊട്ടിത്തെറി ഉണ്ടാവുകയാണ്. മന്ത്രി K. രാജൻ തെക്കുവടക്ക് നോക്കി നടന്നാൽ പോരാ, CPIയുടെ ഉത്തരവാദിത്വം കൂടി നിറവേറ്റണം എന്ന് പല നേതാക്കളും തുറന്നടിക്കുകയാണ്. CPIയെ സംബന്ധിച്ചിടത്തോളം സുനിൽകുമാർ ഇപ്പോൾ സംഘടനാ രാഷ്ട്രീയമൊക്കെ വിട്ട് ഏറെക്കുറെ അദ്ദേഹം കൃഷി കാര്യങ്ങളുമായി അതിൽ ഒതുങ്ങി നിൽക്കുന്ന രീതിയിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, VS സുനിൽകുമാർ നല്ലൊരു കൃഷിക്കാരനാണ്. അദ്ദേഹം കാർഷികാഭിവൃദ്ധിയുമായി ബന്ധപ്പെട്ട തൊഴിലിടങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിലെ നെറുകേടുകൾ കണ്ട് മടുത്തിരിക്കുന്നു. അദ്ദേഹത്തിന് ലോക്സഭാ തിരിച്ചടി വലിയ രീതിയിൽ ആഘാതം ഉണ്ടാക്കിയിരിക്കുന്നു. അവിടെ CPIക്കും അതുപോലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്കും സാധാരണയായി ലഭിച്ചു വരുന്ന വോട്ട് ബാങ്കുണ്ട്. ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ തനിക്ക് CPIM ഒരു രീതിയിലും സഹായം ചെയ്തില്ല എന്ന് സുനിൽകുമാർ പലരോടും അഭിപ്രായപ്പെട്ടിരുന്നു. എന്നാൽ അത് പരസ്യമായി തുറന്നടിക്കാൻ ശ്രമിക്കാത്തത് അത് സംഘടനാ ദൗർബല്യം കൃത്യമായി വിളിച്ചോതും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. നമുക്കറിയാം, CPIക്ക് വലിയ നഷ്ടങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തൃശ്ശൂർ അവരുടെ ഒരു ഷുവർ സീറ്റായിരുന്നു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CN ജയദേവൻ 38,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അന്നത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ PC ചാക്കോയെ പരാജയപ്പെടുത്തി MP ആകുന്നത്. പിന്നീട് അങ്ങോട്ട് TN പ്രതാപൻ മത്സരിച്ച് ജയിച്ചത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. അപ്പോഴും 2ാം സ്ഥാനത്ത് CPI എത്തിയിരുന്നു. ഇക്കുറി CPI തിരിച്ചു പിടിക്കും എന്ന് കരുതിയിരുന്ന മണ്ഡലത്തിൽ അവിചാരിതമായി അപ്രതീക്ഷിതമായി സുരേഷ് ഗോപി 75,000-ഓളം വോട്ടിൻ്റെ മൃഗീയ ലീഡ് നേടിയെടുത്തത് CPIയുടെ സംഘടനാ ദൗർബല്യം മാത്രമല്ല, CPIM എന്തുമാത്രം BJPയെ അളവറ്റ് സഹായിക്കുന്നു എന്നതിൻ്റെ കൂടി തെളിവാണ്. കേരളത്തിൽ പല മണ്ഡലങ്ങളിലും CPM BJP ഡീൽ വ്യക്തമായിരുന്നു എന്നുള്ളത് K. ഇസ്മായിൽ അതുപോലെ തന്നെ മുഹമ്മദ് മുഹസിൻ തുടങ്ങിയവർ തുറന്നടിച്ച് പറയുകയാണ്. ബിനോയ് വിശ്വമൊക്കെ എന്തിനാണ് ഇങ്ങനെ പാർട്ടിയെ നയിക്കാൻ നിൽക്കുന്നത്? അദ്ദേഹത്തിന് ഒരു കഴിവുമില്ല എന്ന് മാത്രമല്ല, സംഘടനാ ചുമതല ഒരു രീതിയിലും നിർവഹിക്കുന്നുമില്ല. CPIയിലെ മുൻ മന്ത്രിമാരായിരുന്ന C. ദിവാകരനും മുല്ലക്കര രത്നാകരനുമൊക്കെ കോൺഗ്രസിൻ്റെ ഭാഗമാകാൻ ശ്രമിക്കുന്നു. അതിന് കാരണം അവർക്ക് മനസ്സിലായിരിക്കുന്നു, CPI അപ്പാടെ തകർന്നിരിക്കുന്നു. BJPയോടല്ല അവരുടെ രാഷ്ട്രീയ യുദ്ധം, മറിച്ച് കോൺഗ്രസിനോട് രാഷ്ട്രീയ യുദ്ധം നടത്താനാണ് ഇപ്പോൾ CPIയിലുള്ള പലർക്കും താല്പര്യം. CPIയിലെ പല രാഷ്ട്രീയ ചിന്തകൾക്കും ഇപ്പോൾ കൈമോശം വന്നിരിക്കുന്നു എന്നതും അതിൻ്റെ മൂല്യച്യുതി എന്തുമാത്രം ആഘാതകരമായിരിക്കുമെന്നതും തിരിച്ചറിഞ്ഞതോടുകൂടിയാണ് ഇപ്പോൾ സുനിൽകുമാറും CPI വിടുന്നത്.